ലിറ്ററസി റേറ്റിൻ്റെ കാര്യം വരുന്ന സമയത്ത് വളരെ മുൻപിലാണ് കേരളം മറ്റ് സംസ്ഥാനങ്ങളൊക്കെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ. അതുപോലെ തന്നെ ഓരോ തവണ SSLCയുടെയും അതുപോലെ തന്നെ പ്ലസ് ടുവിൻ്റെയൊക്കെ റിസൾട്ട് വരുമ്പോൾ ആയിരക്കണക്കിന് ഫുൾ A+കളും 99% വിജയമൊക്കെ നാം ആഘോഷിക്കാറുണ്ട്. പക്ഷേ അടിസ്ഥാനപരമായി നിങ്ങളെ നെട്ടിക്കുന്ന ഒരു യാഥാർത്ഥ്യം ഞാൻ പറയാം. കേരളത്തിലെ 9ാം തരത്തിൽ പഠിക്കുന്ന 10ൽ 6 കുട്ടികൾക്കും ബേസിക് ആയിട്ടുള്ളൊരു ഫ്രാക്ഷൻ, അതായത് ഭിന്നസംഖ്യ എങ്ങനെ സോൾവ് ചെയ്യണം എന്നത് പോലും അറിയില്ല. സർക്കാരിൻ്റെയും മറ്റ് NGOസിൻ്റെയും ഈ ഒരു ഡാറ്റാസ് വിരൽ ചൂണ്ടുന്നത് വലിയൊരു അപകടത്തിലേക്കാണ്. ഇപ്പോൾ ഇംഗ്ലീഷ് അതുപോലെ തന്നെ മറ്റ് സബ്ജക്ട്സ് നോക്കുന്ന സമയത്ത് നമ്മൾ നാഷണൽ ആവറേജിനേക്കാൾ മുകളിലാണ് എന്നതൊരു സത്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. ബട്ട് മാത്സിലേക്ക് വരുന്ന സമയത്ത് അല്ലെങ്കിൽ കണക്കിലേക്ക് വരുന്ന സമയത്ത് കൃത്യമായിട്ട് നാഷണൽ ആവറേജിനേക്കാളും താഴെയാണ് കേരളത്തിൻ്റെ പെർഫോമൻസ് എന്ന് പറയുന്നത്. 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന 70%-ലധികം കുട്ടികൾക്കും 3ാം ക്ലാസ് ഓർ 4ാം ക്ലാസ് ലെവൽ മാത്തമാറ്റിക്സ് കൊടുത്താൽ തന്നെ അവരതിൽ പരാജയപ്പെട്ടു പോവുകയാണ്. ഇതിൽ മേജറായിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് അവർ എക്സാമിന് വേണ്ടിയിട്ട് കൺസെപ്ച്വൽ ക്ലാരിറ്റി എന്നതിലുപരി ജസ്റ്റ് കാണാപ്പാടം പഠിച്ചു പോവുകയാണെന്നുള്ളതാണ്. ഹൈസ്കൂളിന് ശേഷം ഹയർ സെക്കൻഡറി ലെവലിൽ അല്ല എന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞുള്ള കോമ്പറ്റീറ്റീവ് എക്സാമിനേഷൻ, ഇപ്പോൾ എക്സാമ്പിളായിട്ട് നീറ്റ് ആവട്ടെ, JEE ആവട്ടെ, CUET എക്സാമിനേഷൻസ് ആവട്ടെ, ഇവിടെയൊക്കെ അവർക്ക് പഠിക്കാനുള്ളത് വലിയൊരു സിലബസ് ആണ്. ബട്ട് ഇതൊന്നും പഠിക്കാനുള്ള അല്ലെങ്കിൽ ഇതൊന്നും ക്ലിയർ ചെയ്ത് പോകാനുള്ള ഒരു കോർ സ്ട്രെങ്ത് അവർ ലാക്ക് ചെയ്യുന്നുണ്ട്. അതാണ് അവരുടെ ബേസിക്സ്. അല്ല എന്നുണ്ടെങ്കിൽ സ്പെസിഫിക്കലി പറയുകയാണെങ്കിൽ ബേസിക് മാത്സ്. ഇന്നത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം നമ്മൾ പുറത്തു നിന്ന് നോക്കുന്ന സമയത്ത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഷൈനിങ് ആയിട്ടുള്ള ഒരു കാർ പോലെയാണ്. നമ്മൾ പുറത്തു നിന്ന് നോക്കുന്ന സമയത്ത് നല്ല ഹൈ ലിറ്ററസി റേറ്റ് ഉണ്ട്. അല്ല എന്നുണ്ടെങ്കിൽ SSLC അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ പോലുള്ള എക്സാമിനേഷനുകൾ കൃത്യമായിട്ട് നല്ല രീതിയിൽ ഫുൾ A+ഉം മറ്റ് റിസൾട്ടും ഒക്കെ ഉണ്ട്. ബട്ട് നമ്മൾ ആ കാറിലേക്ക് ഒന്നും കൂടി സൂക്ഷിച്ച് നോക്കുന്ന സമയത്ത് അതിന് ചക്രങ്ങളില്ല. അതായത് അതിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഫ്രാക്ഷൻസ്, ഡെസിമൽസ്, ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ ഇങ്ങനെ തുടങ്ങി ബേസിക് മാത്സ് ആയിട്ടുള്ള ഈ ചക്രങ്ങളില്ലാതെ ഒരു കുട്ടിയുടെയും അക്കാഡമിക് ലൈഫ് മുന്നോട്ടേക്ക് പോയില്ല. ഇതൊരു ഊഹമല്ല. കണക്കിൽ വലഞ്ഞ് കേരളം എന്ന തലക്കെട്ടോടെ പ്രധാന മാധ്യമങ്ങളൊക്കെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ റിപ്പോർട്ട് ചെയ്തത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. 2012 സർക്കാർ സ്കൂളുകളിലെ 75% കുട്ടികൾക്കും അടിസ്ഥാന ഹരണം അല്ല എന്നുണ്ടെങ്കിൽ ബേസിക് ഡിവിഷൻ അറിയാമായിരുന്നു. എന്നാൽ അത് 2022 വരുന്ന സമയത്ത് 39.9% അത് കുറഞ്ഞിട്ടുണ്ട്. കോവിഡിന് മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. 2 സംഖ്യകൾ ഹരിക്കാൻ അറിയുന്നവർ എന്നുള്ള വിഷയത്തിൽ ഏസർ 2024 നടത്തിയിട്ടുള്ള റിപ്പോർട്ട് പറയുന്നത് കേൾക്കുക. 2014 5ാം ക്ലാസ്സിലെ 39% കുട്ടികൾക്ക് ഹരിക്കാൻ അറിയാമായിരുന്നെങ്കിൽ 2024 വെറും 21% അത് കുറഞ്ഞിട്ടുണ്ട്. 2014 8ാം ക്ലാസ്സിലെ 60% കുട്ടികൾക്കും ഹരിക്കാൻ കഴിഞ്ഞിരുന്നു. എന്നാൽ ഇന്നത് വെറും 38.5% മാത്രമാണ്. ഇനി പാരൻസിനോടും സ്റ്റുഡൻസിനോടുമാണ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. അടിസ്ഥാനപരമായ 2 സംഖ്യകൾ ഹരിക്കാൻ പോലും അറിയാത്ത ഒരു 13-കാരൻ എങ്ങനെയാണ് ഫിസിക്സിൻ്റെ ഹയർ ഡെറിവേഷൻസും അതുപോലെ തന്നെ കെമിസ്ട്രിയിലെ മറ്റ് ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ ഒരു 11-12 ലെവലിൽ അവർ പഠിച്ചെടുക്കുക? ബേസിക് മാത്ത് ഒബ്വിയസ്ലി അവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്കിൽ തന്നെയാണ്. അതുപോലെ തന്നെ നീറ്റിൻ്റെയും JEEൻ്റെയും കേസിലോട്ട് വരുന്ന സമയത്ത് ഒബ്വിയസ്ലി അവരുടെ ബേസിക് മാത്ത് സ്ട്രോങ് അല്ല എന്നുണ്ടെങ്കിൽ അവർ കൃത്യമായിട്ട് ഡിഫിക്കൽറ്റി നേരിടും. ഇനിയും കോവിഡിനെയും നമ്മുടെ ഓൾഡ് ടീച്ചേഴ്സിനെയും ഒക്കെ കുറ്റം പറഞ്ഞിരുന്നിട്ട് ഒരു കാര്യവുമില്ല. നമ്മൾ റെഡിയാക്കേണ്ടത് നമ്മുടെ ഫൗണ്ടേഷനാണ്. അതുകൊണ്ട് തന്നെയാണ് എക്സാം ലേണിംഗ് ഇതിനൊരു കംപ്ലീറ്റ് സൊല്യൂഷനുമായി വന്നിട്ടുള്ളത്, ദ അൾട്ടിമേറ്റ് ബേസിക് മാത്ത് കോഴ്സ്. നിങ്ങളുടെ കുട്ടിയുടെ ബേസിക് മാത്ത് കൺസെപ്റ്റ് അടിപൊളിയാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു കോഴ്സ് നിങ്ങളെ കംപ്ലീറ്റ്ലി ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ ഒരു കോഴ്സിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇനീഷ്യലി നിങ്ങൾ ആ ഒരു കോഴ്സിലേക്ക് എൻറോൾ ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് നിങ്ങളോടൊരു ടെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പറയും. ആ ടെസ്റ്റ് എടുക്കുന്നതിലൂടെ നിങ്ങൾ ഇപ്പോൾ ഏത് ലെവലിലാണ് എത്തി നിൽക്കുന്നത് എന്നുള്ളൊരു ധാരണ നിങ്ങൾക്ക് ലഭിക്കും. അതിനുശേഷം ആ ഒരു മൊഡ്യൂൾസും അതിൻ്റെ എക്സാംസും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് ഫൈനൽ ലെവലിലും നിങ്ങൾ എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾ എവിടെ നിന്ന് തുടങ്ങി എവിടെ ഇപ്പോൾ എത്തി നിൽക്കുന്നു എന്നുള്ള കൃത്യമായ ധാരണ ഈ ഒരു കോഴ്സ് കംപ്ലീഷനിലൂടെ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ഓരോ ലെക്ചേഴ്സും അതിനുശേഷം കൃത്യമായിട്ട് വളരെ ചെറിയ ലെക്ചേഴ്സാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ കുട്ടികൾക്ക് മടുക്കാത്ത രൂപത്തിൽ ചെറിയ ചെറിയ ലെക്ചേഴ്സ് ആക്കിയിട്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് പഠിപ്പിക്കുന്നുണ്ടായിരിക്കുക. അതിനുശേഷം ഓരോ ലെക്ചേഴ്സിന് ശേഷം അതിൻ്റെ ചെറിയ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഓരോ ടോപ്പിക്കിനെയും അതിൻ്റെ ടോപ്പിക് ടെസ്റ്റും മറ്റു കാര്യങ്ങളൊക്കെ തന്നെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. അതുപോലെ തന്നെ എക്സാംവയുടെ ഫൗണ്ടേഷൻ കോഴ്സിൽ ജോയിൻ ചെയ്യാനോ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനോ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു നമ്പറിൽ തന്നെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാവുന്നതാണ്. സോ താങ്ക് യു.